إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ ദാറുസുന്ന അഥവാ സുന്നത്തിൻ്റെ ഭവനം എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട ഈ മസ്ജിദിൻ്റെ ആദ്യത്തെ ഖുതുബയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഏകത്വം, തൗഹീദ്, അവനയച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതുറക്കെ പ്രഖ്യാപിക്കാൻ, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതൊരു കാരണമാക്കി തീർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അപാരമായ അനുഗ്രഹമാണ് നാം ഓരോരുത്തരും അഭിമുഖീകരിക്കാനിരിക്കുന്ന പരിശുദ്ധ റമളാൻ മാസം എന്നുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ധാരാളം പവിത്രതകൾ കൊണ്ട്, ശ്രേഷ്ഠതകൾ കൊണ്ട് സമൃദ്ധമാക്കിയ ഒരു മാസമാണ് പരിശുദ്ധ റമളാൻ എന്നുള്ളത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് നമ്മൾ പറയാറുണ്ട്. അതേ പ്രിയമുള്ളവരെ, പുണ്യങ്ങളുടെ പൂക്കാലമാണ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റമളാനിലേക്ക് എത്തിക്കുവാനും റമളാനിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ട കർമ്മങ്ങളാക്കി തീർക്കുവാനും നാം ഓരോരുത്തരും ദുആ ചെയ്യണം. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് റമളാൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് മുസ്ലിമീങ്ങളായ രണ്ടു പേരുടെ സംഭവം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ഒരാൾ നേരത്തെ ഷഹീദായി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. രണ്ടാമത്തെ ആൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വഫാത്തായി പോയിട്ടുള്ളത്. മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫഉരീതുൽ ജന്നത, സ്വർഗം എനിക്ക് കാണിക്കപ്പെട്ടു, ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. ഫറഅയ്തുൽ മുഅഖറ മിൻഹുമാ ഖബ്ല അശ്ശഹീദി,
ഈ പരാമർശിക്കപ്പെട്ട രണ്ടു പേരിൽ ഷഹീദായ സഹാബിയേക്കാൾ, വ്യക്തിയേക്കാൾ 1 വർഷം കഴിഞ്ഞ് വഫാത്തായ വ്യക്തി നേരത്തെ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫതഅജ്ജബ്തു ലിദാലിക്, അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. ഫഅസ്ബഹ്തു, അങ്ങനെ നേരം പുലർന്നു. ഫദകർതു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാര്യം കണ്ട സ്വപ്നവും അതിൽ നടന്ന സംഭവവും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഖദ് സാമ ബഅദഹു റമളാന വസല്ല 6000 റകഅത്തിൻ ഔ കദാ വകദാ റകഅത്തൻ സലാത്ത സനതി. എന്തുകൊണ്ടെന്നാൽ രണ്ടാമത് വഫാത്തായ വ്യക്തി 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വഫാത്തായിട്ടുള്ളത്. അദ്ദേഹം 1 കൊല്ലത്തെ റമളാൻ അധികം അദ്ദേഹത്തിന് കിട്ടിയില്ലേ? അതുപോലെ 6000-ഓളം വരുന്ന നിസ്കാരങ്ങൾ അദ്ദേഹം നിസ്കരിച്ചു. അതല്ലാത്ത ഐച്ഛികമായ വേറെയും ധാരാളം നിസ്കാരങ്ങൾ അദ്ദേഹം നിസ്കരിക്കുകയുണ്ടായി. അത് കാരണത്താലാണ് ഷഹീദിനേക്കാൾ നേരത്തെ അദ്ദേഹം സ്വർഗത്തിൽ പോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്നും കിട്ടുന്ന ഗുണപാഠം, 1 റമളാൻ വന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. റമളാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾക്ക് അനുഭൂതിയായിരുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് റമളാനിൻ്റെ വരവിനെ കുറിച്ച് അറിയിച്ചു കൊടുത്ത വാക്കുകൾ നമുക്ക് കാണാം. അതാക്കും റമളാൻ, ദാ നിങ്ങളിലേക്ക് റമളാൻ സമാഗതമായിരിക്കുന്നു. ഖദ് ജാഅക്കും റമളാൻ, ഇതാ നിങ്ങളിലേക്ക് റമളാൻ വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാകുന്നു അത്. അതെ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ മാസമാണ്. അനുഗ്രഹങ്ങൾ അല്ലാഹു തആല വാരിക്കോരി ചൊരിഞ്ഞിട്ടുള്ള മാസമാണത്. റമളാനിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്ര മാസത്തിൽ നമുക്ക് നോമ്പ് നിർബന്ധമാക്കി. നോമ്പെന്നത് ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ, തൂണുകളിൽ ഒന്നാണ്. ഈ ദീൻ നിലനിൽക്കുന്ന 5 കാര്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ റമളാനിലെ നോമ്പ് എന്നുള്ളത്. ഈ റമളാൻ മാസം എന്നത് സഹോദരങ്ങളെ ഷഹ്റു തഖ്വ, തഖ്വയുടെ മാസമാണ്. പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറഞ്ഞാൽ അതിലൊന്നാമതായി നേടിയെടുക്കേണ്ട പുണ്യം അത് തഖ്വയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്? നിങ്ങൾ തഖ്വ പാലിക്കുന്ന ആളുകളാവാൻ വേണ്ടി. പരിശുദ്ധ റമളാൻ എന്നത് തഖ്വയുടെ മാസമാണ്. റമളാനിലൂടെ ആർജിച്ചെടുക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ തഖ്വ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഹറാമുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, അള്ളാഹുവിന് കോപമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ തഖ്വ. അള്ളാഹു പഠിപ്പിച്ചു ഏതാണ് നന്മ, അള്ളാഹു പഠിപ്പിച്ചു ഏതാണ് തിന്മ, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കലാണ് തഖ്വ. റമളാനിലൂടെ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മിൽ നിന്നും ഉദ്ദേശിച്ചത് അതാണ് പുണ്യങ്ങളുടെ പൂക്കാലമായി പറയപ്പെടുന്ന റമളാനിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സഹോദരങ്ങളെ, റമളാൻ എന്നത് ഷഹ്റു ദുആ, പ്രാർത്ഥനയുടെ മാസമാണ്. നോമ്പിന്റെ ആയത്തുകൾ പറയുമ്പോഴാണ് അല്ലാഹു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ എന്ന് പറഞ്ഞത്. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമീപത്ത് തന്നെയുണ്ട്. പ്രാർത്ഥിക്കുന്നവന്, വിളിച്ചു തേടുന്നവന് ഉത്തരം നൽകാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ദഅവാതിൻ ലാ തുറദ്
3 പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല. മറ്റൊരു റിവായത്തിൽ കാണാം, 3 ദഅവാതിൻ മുസ്തജാബാതുൻ, 3 പ്രാർത്ഥനകൾ ഉത്തരം നൽകപ്പെടുന്നതാണ്. ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളുടെ പ്രാർത്ഥന, വദഅവത്തു സായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന, വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. മറ്റു ചില റിവായത്തിൽ വന്നതുപോലെ വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. സഹോദരങ്ങളെ, ദുആഇന്റെ മാസമാണിത്. അള്ളാഹുവിനോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് ഇതാ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഉത്തരം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചോദിക്കാനുള്ള സൗഭാഗ്യം, തൗഫീഖ് എനിക്കും നിങ്ങൾക്കും കിട്ടുമോ എന്നതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. നോമ്പുകാരന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം. ദുനിയാവിന്റെ കാര്യങ്ങൾ ധാരാളം ചോദിക്കാനുണ്ട്. ആഖിറത്തിന്റെ കാര്യങ്ങൾ അതിലുപരി നമുക്ക് ചോദിക്കാനുണ്ട്. അള്ളാഹുവിനോട് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. റബ്ബാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അവനാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. ഒരു പടപ്പും പ്രാർത്ഥന കേൾക്കുകയില്ല. ഒരു പടപ്പിനോടും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു പടപ്പും ഉത്തരം നൽകുകയുമില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിനോട് ചോദിക്കാത്തവരോട് അള്ളാഹു കോപിക്കും എന്ന് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്നഹു മല്ലം യസ്അലില്ലാ യഗ്ളബ് അലൈഹി, ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത്, പ്രാർത്ഥിക്കാത്തത്, അവനോട് അള്ളാഹു കോപിക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാത്തവരോട് കോപിക്കും. ചോദിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ചോദിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരായാൽ ആ ചോദ്യത്തിന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്ന ആവലാതി എനിക്കില്ല, മറിച്ച് പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് കിട്ടുമോ എന്നതിലാണ് എനിക്ക് ആവലാതി. പ്രാർത്ഥിക്കാൻ സമയം നമ്മൾ കണ്ടെത്തണം. അത്താഴത്തിന്റെ വേളകളിൽ, നിസ്കാരത്തിൽ, സുജൂദിന്റെ വേളയിൽ, സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുന്നേ, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം, സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് ഷഹ്റു ദുആ, ദുആഇന്റെ മാസമാണ്. മാത്രമല്ല, റമളാൻ എന്നത് ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിന്റെ മാസമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് പാപമോചനം നൽകുന്ന, നരകമോചനം നൽകുന്ന മാസമാണിത്. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും ചില ആളുകളെ മോചിപ്പിക്കും. മഗ്ഫിറത്തിന്റെ മാസമാണിത്, പാപമോചനത്തിന്റെ മാസമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഈമാൻ ഉണ്ടായിരിക്കണം, അള്ളാഹുവിലുള്ള ഈമാൻ. അതുപോലെ അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയതാണ് ഈ നോമ്പ് എന്ന ഈമാൻ. ഈമാനുള്ളവനായിക്കൊണ്ട്, പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുത്തു നൽകുമെന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഇത് മഗ്ഫിറത്തിന്റെ മാസമാണ്. ഈ പാപമോചനം കിട്ടേണ്ട മാസത്തിൽ പാപമോചനം കിട്ടാതെ എങ്ങാനും റമളാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ നമ്മൾ അങ്ങേയറ്റം പേടിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് അല്ലാഹു പറഞ്ഞ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ 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 എന്ന് പറയുകയുണ്ടായി. ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഉത്തരം നൽകണേ എന്നാണ് അർത്ഥം. സഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം, എൻ്റെ അടുക്കൽ ജിബ്രീൽ വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, മൻ അദ്റക അഹദ വാലിദൈ ഫമാത ഫദഖല അന്നാറ ഫഅബഅദഹു അല്ലാഹു ഖുൽ ആമീൻ. മുഹമ്മദേ, അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ആർക്കെങ്കിലും മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിക്കൊണ്ട് ലഭിക്കുകയും എന്നിട്ട് അവരെ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ അങ്ങനെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അയാൾ അകറ്റപ്പെടട്ടെ, പറയുക ആമീൻ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, എന്താണ് പ്രാർത്ഥിച്ചത്? എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതെന്ന് നോക്കൂ നിങ്ങൾ. മാതാപിതാക്കളെ കിട്ടി, എന്നിട്ട് ആ മാതാപിതാക്കൾ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കാതെ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ മരിച്ചുപോയ ഒരുവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അവൻ അകറ്റട്ടെ, മുഹമ്മദ് നബിയെ അങ്ങ് ആമീൻ എന്ന് പറയുക. അവിടുന്ന് പറഞ്ഞു ആമീൻ. അതാ രണ്ടാമത് ജിബ്രീൽ പ്രാർത്ഥിക്കുകയാണ്, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അദ്റക ശഹ്റ റമളാന ഫമാത ഫലം യുഗ്ഫർ ലഹു ഫൗദ്ഖില അന്നാറ ഫഅബഅദഹു അല്ലാഹ് ഖുൽ ആമീൻ. ഒരുത്തന് റമളാൻ വന്നു കിട്ടി, പരിശുദ്ധ റമളാനിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു, പക്ഷേ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് അവൻ റമളാനിൽ നിന്ന് വിട പറഞ്ഞു പോയത്, അങ്ങനെയാണ് അവൻ മരിച്ചു പോയത് എങ്കിൽ അവനെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അള്ളാഹു അകറ്റട്ടെ, നബിയെ ആമീൻ എന്ന് പറയുക. അവിടുന്ന് പറഞ്ഞു ആമീൻ. മൂന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക ഫമാത ഫദഖല അന്നാറ ഫഅബഅദഹു അല്ലാഹ്. താങ്കളുടെ പേര് കേട്ടു, മുഹമ്മദ് നബി എന്ന് കേട്ടു, സ്വലാത്ത് ചൊല്ലാത്തവരാണ് ഒരുവനെങ്കിൽ അവനെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റട്ടെ, നബിയെ ആമീൻ എന്ന് പറയുക. അവിടുന്ന് പറഞ്ഞു ആമീൻ. സഹോദരങ്ങളെ, വളരെ മഹത്തായ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണിത്. അതിലൊന്ന് നോക്കൂ നിങ്ങൾ. റമളാൻ വന്നു കിട്ടി, എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനായി മരിച്ചുപോയി എങ്കിൽ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കാനും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റാനും ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് അല്ലാഹുവേ ഉത്തരം നൽകണേ എന്ന് പറയുകയും ചെയ്യുകയാണ്. അതാ മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ തുലയട്ടെ, ഒരു മനുഷ്യൻ നശിക്കട്ടെ. എന്താണ് അതിന്റെ കാരണം? ദഖല അലൈഹി റമളാൻ, അവനിലേക്ക് റമളാൻ സമാഗതമായി, എന്നിട്ടോ സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് റമളാനിൽ നിന്നും അവൻ വിട പറഞ്ഞു പോയത്. അങ്ങനെയുള്ള ഒരുവൻ നശിക്കട്ടെ എന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മഗ്ഫിറത്തിന്റെ മാസത്തിൽ പാപമോചനം ധാരാളമായി തേടേണ്ടവരാണ് ഞാനും നിങ്ങളും. അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനം തേടേണ്ട മാസമാണിത്. അള്ളാഹുവെ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുന്ന വേളകളിൽ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. കാരണം റമളാൻ കിട്ടി, റമളാൻ കഴിഞ്ഞ് ശവ്വാലിന്റെ മാസപ്പിറവി കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുത്തു നൽകിയവരായി, നരകമോചനം നിശ്ചയിച്ചവരായി, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട രൂപത്തിൽ നമുക്ക് ശവ്വാലിലെത്തേണ്ടതുണ്ട്. അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് മഗ്ഫിറത്തിന്റെ മാസമാണ്, അശ്രദ്ധയിലായി പോകരുത്. അതുപോലെ സഹോദരങ്ങളെ, ഇത് ഷഹ്റു സ്വദഖതി വൽ ജൂദ്, സ്വദഖയുടെ ദാനധർമ്മങ്ങളുടെ മാസമാണിത്, ഉദാരതയുടെ മാസമാണിത്, നന്മകൾ ചെയ്യേണ്ട മാസമാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഉദാരശീലനായിരുന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അവിടുത്തേക്ക് ധാരാളം ഉണ്ടായത് കൊണ്ടാണോ നമുക്കറിയില്ലേ അവിടുത്തെ സാമ്പത്തിക ശേഷി എന്തായിരുന്നു. എന്നിട്ടും അവിടുന്ന് ധാരാളമായി ചിലവഴിക്കും, കൊടുക്കും, സ്വതക്കകൾ ചെയ്യും. റമളാനിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിൽ അവിടുന്ന് ധാരാളമായി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. പിടിച്ചു വെക്കാനുള്ളതല്ല, കൊടുക്കാനുള്ള, ചിലവഴിക്കാനുള്ള മാസമാണിത്. നിർബന്ധമായ സകാത്ത് ഉണ്ടെങ്കിൽ അത് കൊടുത്തുവിടണം. റമളാനിന്റെ ഏതെങ്കിലും ദിവസം എന്തെങ്കിലും വരുന്നവർക്ക് കൊടുത്തൊഴിവാക്കലല്ല, മറിച്ച് സമ്പത്ത് കണക്ക് കൂട്ടി സകാത്തിന്റെ നിസാബും ഹൗലും എത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായ സ്വതക്കയായ നിർബന്ധമായ സകാത്ത് അത് കൊടുക്കണം. അതിനു പുറമെ ഐച്ഛികമായും സഹോദരങ്ങളെ കൊടുക്കേണ്ടതുണ്ട്, കൊടുക്കേണ്ട മാസമാണിത്. അതുപോലെ സഹോദരങ്ങളെ, ഇത് ഷഹ്റുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതീർണമായ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം.
ഹുദൻ ലിന്നാസ്, ആ പരിശുദ്ധ ഖുർആനിൽ ജനങ്ങൾക്ക് ഹുദയുണ്ട്, സന്മാർഗമുണ്ട്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സുവ്യക്തമായ തെളിവുകൾ അതിലുണ്ട്. സത്യവും അസത്യവും വേർതിരിക്കുന്ന തെളിവുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്. അള്ളാഹു അങ്ങനെ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ മാസമാണിത്. സഹോദരങ്ങളെ, ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താണ് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു ഖത്മ പൂർത്തീകരിച്ചിട്ട് എത്രയായി എന്ന് നമ്മൾ നമ്മോട് ചോദിച്ചു നോക്കുക. റമളാനിൽ ഒരു ഖത്മെങ്കിലും പൂർത്തീകരിക്കാത്തവരായി നമ്മൾ ഉണ്ടാവരുത്. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ധാരാളം ഖത്മുകൾ പൂർത്തീകരിക്കാറുണ്ടായിരുന്നു. റമളാൻ മാസത്തിൽ 30 ഖത്മ പൂർത്തീകരിച്ച മഹാന്മാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത് തീർത്തവരുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമുക്ക് എത്ര പേജ്, എത്ര ജുസ് പാരായണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. എത്രയായി നമ്മൾ കുറെ നേരം ഇരുന്നൊന്ന് അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്തിട്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. റമളാൻ ഷഹറുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമായ റമളാനിലൂടെ ഖുർആനുമായുള്ള ബന്ധം അത് നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് ഖുർആൻ പൂർത്തീകരിക്കാൻ ധാരാളമായി ഓതാൻ സാധിക്കാത്തത്? ചില പണ്ഡിതന്മാർ മനോഹരമായ മറുപടി പറഞ്ഞു. നമ്മുടെ കൈകളിൽ ഇന്നുള്ള മൊബൈൽ, അതിന്റെ ഉപയോഗം മാറ്റിവെച്ച് അതേ സമയത്ത് അതേ സ്ഥാനത്ത് ഖുർആൻ നമ്മുടെ കൈകളിൽ വെച്ചാൽ വേഗത്തിൽ ഖുർആൻ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. 2-3 മണിക്കൂറും സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ആ 2 മണിക്കൂർ 3 മണിക്കൂർ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും എത്ര ജുസ് പാരായണം ചെയ്യാം? നമ്മുടെ മൊബൈലിന്റെ പകരം ഖുർആൻ നമ്മുടെ കൈകളിലേന്തിയാൽ ഈ പറഞ്ഞ രൂപത്തിൽ ഖുർആൻ പൂർത്തീകരിക്കാൻ, പാരായണം ചെയ്യാൻ, അതിലെ ഹുദ അത് ഉൾക്കൊള്ളാൻ, അതിലെ സന്മാർഗം അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും, തൗഫീഖ് ലഭിക്കും. അതുകൊണ്ട് റമളാൻ എന്നത് ഖുർആനിന്റെ മാസമാണ്, അശ്രദ്ധയിലായി പോവരുത്. അതുപോലെ സഹോദരങ്ങളെ, റമളാൻ എന്നത് ഷഹ്റുൽ ദിക്ർ, ദിക്റിന്റെ മാസമാണ്. ദിക്ർ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ദിക്ർ ചൊല്ലേണ്ടവനാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നിത്യജീവിതത്തിൽ ധാരാളം ദിക്റുകൾ ചൊല്ലാനുണ്ട്. ഉറക്കം നെട്ടിയാൽ വരെ ദിക്റുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എല്ലാ നേരത്തും ദിക്ർ ചൊല്ലേണ്ടവനാണ് ഒരു മുഅ്മിൻ. ദിക്റുകൾ കൊണ്ട് നാവുകൾ പച്ചപിടിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ റമളാനിൽ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കേണ്ടവരാണ് നാം. എന്തുകൊണ്ട്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് ഒരുപാട് ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ചു. ജിഹാദിനെ കുറിച്ച് ചോദിച്ചു, നോമ്പിനെ കുറിച്ച് ചോദിച്ചു, നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചു, സകാത്തിനെ കുറിച്ച് ചോദിച്ചു, ഹജ്ജിനെ കുറിച്ച് ചോദിച്ചു. എന്താണ് അദ്ദേഹം ചോദിച്ചത്? ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ ആരാണ്? ഈ പറഞ്ഞ ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോൾ ധാരാളം പ്രതിഫലം നേടിയെടുക്കുന്നവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റാ. അതിലെല്ലാം അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരാണ്. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാം നിസ്കരിക്കണം. ആ ഓർമ്മ കുറഞ്ഞ ആളുകളുടെ നിസ്കാരവും ഇങ്ങനെ നിസ്കരിച്ചവരുടെ നിസ്കാരവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാം. നോമ്പുകാരൻ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്ർ ചെയ്യുന്ന ഒരാൾക്ക് അതല്ലാത്ത ആളുകളെക്കാൾ കൂടുതൽ പ്രതിഫലം കൊയ്തെടുക്കാം. സഹോദരങ്ങളെ, രാവിലെ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അതല്ലാതെ ഓരോ സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് പഠിക്കണം, കാണാതെ പഠിക്കണം, നമ്മൾ ചൊല്ലണം. റമളാൻ അതൊരു കാരണമാവട്ടെ. ഇത് ദിക്റിന്റെ മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും റമളാനിന്റെ എല്ലാവിധ പുണ്യങ്ങളും പവിത്രതകളും ശ്രേഷ്ഠതകളും കൊയ്തെടുക്കാൻ, പരലോകത്തത് വലിയ മേന്മയായി പ്രതിഫലമായി കൺകുളിർക്ക കാണാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. الله سبحانه وتعالى
സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ എന്നത് സബറിന്റെ മാസമാണ്, ക്ഷമയുടെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിനെ, ഒരു സത്യവിശ്വാസിയെ ക്ഷമ എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന മാസമാണിത്. ക്ഷമക്ക് 3 ഇനങ്ങളുണ്ട്. ഒന്നാമത്തെ ഇനം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ ക്ഷമ വേണം. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു, അത് ചെയ്യാൻ നമുക്ക് ക്ഷമ വേണം. അള്ളാഹു ഒരു കാര്യം വിരോധിച്ചു, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. അള്ളാഹുവിൻ്റെ ഖലാ ഖദർ, അതിന് കീഴൊതുങ്ങാനുള്ള ക്ഷമ വേണം. ഇങ്ങനെ 3 ഇനങ്ങളുണ്ട് ക്ഷമക്ക്. പരിശുദ്ധ റമദാൻ മാസം അത് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകേണ്ട മാസമാണ് റമദാൻ. അള്ളാഹു തആല ചില കാര്യങ്ങൾ നിശ്ചിത സമയത്തേക്ക് നമ്മിൽ നിന്നും വിലക്കുന്നു. അതിന് കീഴൊതുങ്ങേണ്ടവരാണ് നാം, അത് മാറ്റിവെക്കേണ്ടവരാണ് നാം. പൊതുവെ ഹറാമാക്കിയ പല കാര്യങ്ങളുമുണ്ട്, അതിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ് നാം. അതുപോലെ അള്ളാഹുവിൻ്റെ ഖദറാണ്. നോമ്പുകാരന് വിശപ്പും ദാഹവും മാനസികമായി ശാരീരികമായി ആഗ്രഹങ്ങളും ഉണ്ടാകും. അതിൽ നിന്നൊക്കെ ക്ഷമ പാലിച്ചുകൊണ്ട് റമദാൻ കഴിച്ചുകൂട്ടേണ്ടവനാണ്, നോമ്പ് പിടിക്കേണ്ടവനാണ് ഒരു മുഅ്മിൻ. ക്ഷമ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമു ശഹ്രി സബ്ർ എന്ന് റമദാനിനെ കുറിച്ച് പറഞ്ഞത്. ക്ഷമയുടെ മാസത്തെ നോമ്പ് എന്ന് പരാമർശിച്ചു. ക്ഷമ പഠിപ്പിക്കുന്ന മാസമാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, അനേകം ധാരാളം പ്രത്യേകതകളുള്ള ഒരു മാസത്തിലേക്കാണ് നാം കാലെടുത്തു വെക്കാനിരിക്കുന്നത്. ഞാനും നിങ്ങളും അശ്രദ്ധയിലായി പോവരുത്. നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ അശ്രദ്ധയിലായി പോവരുത്. ഭക്ഷണ വിഭവങ്ങളും മറ്റു കാര്യങ്ങളും അത് നമുക്ക് ആവശ്യമാണ്, പക്ഷെ അതിൻ്റെ പിന്നാലെയായി പോവരുത്. റമദാനിൽ ഒരു സഹോദരി, ഒരു ഉമ്മ, ഒരു ഭാര്യ അടുക്കളയിൽ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണെങ്കിലും ദിക്റുകൾ കൊണ്ട് നാവുകൾ പച്ചപിടിപ്പിക്കുക. എണ്ണവും കണക്കുമില്ലാതെ ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം. ഇത്രയും ചൊല്ലാം. അതുപോലെ നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവിനെ പച്ചപിടിപ്പിക്കുക. നോമ്പുകാരൻ പാലിച്ചിരിക്കേണ്ട മര്യാദകൾ ജീവിതത്തിൽ പാലിക്കുക. പ്രത്യേകിച്ച് പൊതുവെ വിലക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്, അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുക. കേവലം പട്ടിണി മാത്രമായി പോവരുത് എൻ്റെയും നിങ്ങളുടെയും നോമ്പ്, പട്ടിണി മാത്രമായി പോവരുത്. അതുപോലെ സഹോദരങ്ങളെ, റമദാനിന്റെ രാപ്പകലുകൾ വിലപിടിപ്പുള്ള അമൂല്യമായ സമയമാണ്. സമയമെന്നാൽ നമ്മുടെ ആയുസ്സാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ സമയമാണ്, ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ്. ആയുസ് അത് മുതലെടുക്കേണ്ടവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ, ബുദ്ധിയുള്ള ഒരു സത്യവിശ്വാസി. ഈ കഴിഞ്ഞു പോകുന്നത് നമ്മുടെ ആയുസ്സാണ്. റമദാനിലെ സമയം കിട്ടിയിട്ട് അത് മുതലെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ദുരവസ്ഥയിൽ നമ്മൾ എത്തിപ്പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. റമദാനിന്റെ രാപ്പകലുകൾ ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കാൻ നമ്മൾ തയ്യാറാവുക. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, പഴയ കാലം പോലെയല്ല. നമ്മുടെ കൈകളിലുള്ള ഉപകരണം അതിങ്ങനെ മുകളിലേക്ക് നമ്മളിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ പല കാഴ്ചകളും പലതും കാണുകയാണ്. സമയം ഇങ്ങനെ പോവുകയാണ്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ പോവുകയാണ്. റമദാനിൽ പ്രത്യേകം അറബി പേരിലും അറബി ഗാനങ്ങളിലും അതുപോലെയുള്ള താളമേളങ്ങളോടെയും തട്ടവിട്ടും അല്ലാതെയും മുസ്ലിം നാമങ്ങളിൽ പലതും ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരും. റമദാനിന്റെ പേരിൽ, നോമ്പിന്റെ പേരിൽ അറബി വാക്ക് കേട്ടാൽ, അറബി പേര് കേട്ടാൽ, അറബി താളമേളങ്ങൾ കേട്ടാൽ പ്രിയമുള്ളവരെ നമ്മൾ വഞ്ചിതരായി പോവരുത്. ഇങ്ങനെ സംഗീതവും അതുപോലെയുള്ളതും അങ്ങനെയുള്ള കാഴ്ചകളും കണ്ട് അങ്ങനെ കഴിച്ചു കൂട്ടേണ്ടതല്ല റമദാനിന്റെ രാപ്പകലുകൾ. മറിച്ച് ഇബാദത്തുകൾക്ക് നമ്മൾ സമയം കണ്ടെത്തണം. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ വ്ളോഗുകൾക്ക് പിന്നാലെയായി പോവരുത്. ഉള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, ഉള്ളത് അത് നല്ല രൂപത്തിൽ ഉണ്ടാക്കിയാൽ മതി. പുതിയ പഠിക്കാൻ നിൽക്കരുത്. ആ പഠനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഖുർആൻ ഓതാനോ ദിക്ർ ചൊല്ലാനോ നമുക്ക് സമയം കിട്ടുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, നോമ്പുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് 5 നേരത്തെ നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കാൻ. ഉറക്കം അത് നമ്മെ അതിജയിച്ചു പോവരുത്. ഫർള് നിസ്കാരങ്ങൾ പുരുഷന്മാർ ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ നിസ്കാരത്തിന് ജമാഅത്തായി വന്ന് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക.
സ്ത്രീകൾ, ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ സമയത്തിന് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നോമ്പിനെ പൊളിച്ചു കളയുന്ന, നോമ്പിന്റെ പ്രതിഫലം കുറച്ചു കളയുന്ന കാര്യങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കുക. കളവ്, ഗീബത്ത്, നമീമത്ത് പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മാറി നിൽക്കുക. എല്ലാ കാലത്തും ഒരു മുസ്ലിം പാലിക്കേണ്ട മര്യാദയാണ്. അതുപോലെ സഹോദരങ്ങളെ, കച്ചവടക്കാർ സത്യസന്ധമായി ചതിയും വഞ്ചനയും ഇല്ലാതെ എല്ലാ കാലത്തും വേണ്ടതാണ്. നോമ്പിന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നോമ്പ് പൊളിച്ചു കളയരുത്. അതുപോലെ രാത്രി നിസ്കാരം ഇമാമിന്റെ കൂടെ പരിപൂർണമായി നിസ്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വരാനിരിക്കുന്ന റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ മുതലെടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്ക് ആശ്വാസവും തുറവിയും രോഗശമനവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.